വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ ഇന്നൊരു കമൻറ്റിൻ്റെ റീപ്ലൈ തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റീപ്ലൈ കൊടുത്തു. അപ്പോൾ അടുത്തൊരാൾ കമൻറ്റ് ചെയ്തത് റീഫണ്ട് കിട്ടുമെന്ന് ഷുവറാണോ, അതായത് ഞാൻ എൻ്റെ സർജറിയുടെ റീഫണ്ട് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കേരളത്തിൽ ഇതുവരെ സർജറി ചെയ്തവർക്ക് എല്ലാവർക്കും റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ സർജറിയുടെ ബില്ലോ ഡോക്യുമെൻറ്റ്സോ ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. എന്നിരുന്നാൽ കൂടെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ എന്താ പറയുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ട് നമുക്ക് ഈ റീഫണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ചോദിച്ചൊരു വ്യക്തിയുടെ മനോഭാവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു ഏകദേശം ഊഹം വെച്ചിട്ട് പറയുകയാണ്, സർജറി റീഫണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ വല്ല കടം വാങ്ങിച്ചിട്ടോ ലോൺ എടുത്തിട്ടോ സ്വർണം പണയത്തിൽ വെച്ചിട്ടോ ഒന്നും പോയി സർജറി ചെയ്യരുത്. നിങ്ങളുടെ കയ്യിൽ കാശ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം നമുക്ക് സർക്കാരുടെ കാര്യങ്ങളാണ്, എന്ന് വേണമെങ്കിൽ അത് നിൽക്കാം. ചിലപ്പോൾ നമുക്ക് റീഫണ്ട് കിട്ടാതെ ആവാം. അപ്പം നമ്മളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ സർജറി ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊരു സേവിങ്സ് ആയി. അല്ലാതെ സർജറി റീഫണ്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കടം വാങ്ങിയിട്ട് പോയി ചെയ്ത് അഥവാ കിട്ടാതായി കഴിഞ്ഞാൽ നമ്മൾ ആ കടം അടയ്ക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷയിൽ നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ ഞാൻ ഓൾറെഡി ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ട്രാൻസ് ആണ്. അപ്പം നമ്മൾ ക്രൈസിസ് അനുഭവിക്കുന്നതിൻ്റെ പേരിലാണ് നമുക്ക് ഓരോ ആനുകൂല്യങ്ങൾ തരുന്നത്. ആനുകൂല്യങ്ങൾ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും ട്രാൻസ് ആവരുത്. നമ്മൾ ആവുന്ന സമയത്ത് നമുക്കതിനുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ വാങ്ങിക്കണം. നമ്മൾ അത്രയും ക്രൈസിസ് അനുഭവിക്കുന്നത് കൊണ്ടാണ്. അല്ലാതെ ട്രാൻസിൻ്റെ ആനുകൂല്യങ്ങൾ ഇത്രയൊക്കെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും ട്രാൻസ് ആവരുത്. നിങ്ങൾക്ക് പെണ്ണാവണം എന്നുള്ള ചിന്ത വരുന്ന സമയത്തേ മാറാൻ പാടുള്ളൂ. അതായത് നമുക്കൊരു ട്രാൻസിഷൻ വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ പെണ്ണാണ്, അതായത് പുരുഷൻ്റെ ശരീരത്തിലാണെങ്കിലും മനസ്സുകൊണ്ട് സ്ത്രീ ആണെങ്കിലും നിങ്ങൾ സ്ത്രീയാണ്. ഈ ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെല്ലാം ചിന്തിക്കണം. ഈ ആനുകൂല്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചേഞ്ച് ആവരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെയാണ് ഈ ഫണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും. നിങ്ങളൊരു സർജറി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് അധ്വാനിച്ച് കാശുണ്ടാക്കി സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്താൽ മതി. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഞാൻ ജോലി ചെയ്ത് ഉണ്ടാക്കിയ കാശും പിന്നെ എൻ്റെ സ്വന്തം സഹോദരൻ, എൻ്റെ കൂടെ പിറന്ന സഹോദരൻ, അവനാണ് എനിക്ക് പകുതി തന്നത്. എനിക്ക് 80,000 രൂപ സേവിങ്സ് ഉണ്ടായിരുന്നു, അവനൊരു 80,000 രൂപ തന്നു. അങ്ങനെ ഒരു 1.5 ലക്ഷത്തിലാണ് എൻ്റെ ബ്രസ്റ്റിൻ്റെ സർജറി ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞത് അപ്ലൈ ചെയ്ത് എനിക്ക് റീഫണ്ട് കിട്ടി. അതെനിക്ക് സേവിങ്സ് ആയി. ഞാൻ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് സേവിങ്സ് ആയി. അല്ലാതെ ഞാൻ അന്ന് കടം വാങ്ങി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കൊല്ലത്തിനുള്ളിൽ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സായി എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പിന്നെ കുറച്ച് റീപ്ലൈയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ പറയാം. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലെറ്റ്സ് എൻജോയ് ലൈഫ്. കമൻറ്റ് ചെയ്ത ആൾ ഇമെയിൽ ഐ ഡി ആണ്. അപ്പം നിങ്ങളെ വീഡിയോ ഒക്കെ നല്ല യൂസ്ഫുൾ ആകും ട്രാൻസ് ആയവർക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇങ്ങനെയുള്ള കമൻറ്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. വീഡിയോ ചെയ്യാനായിട്ടൊരു മോട്ടിവേഷനാണ്. ഞാൻ അധികം വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. കാരണം ബാഡ് കമൻറ്റ്സ് എനിക്ക് അധികം ഇല്ല. എന്നിരുന്നാൽ കൂടെ നമുക്ക് ഒരാളെങ്കിലും പറയാതിരിക്കില്ലല്ലോ. അപ്പം ഞാനായിട്ട് എന്തിനാ പ്രശ്നങ്ങൾ വരുത്തി വെക്കുന്നതെന്ന് ചിന്തിക്കും. പിന്നെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കിതിനോട് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും ഇപ്പോൾ എൻ്റെ ഓഫീസിലാണെങ്കിലും എന്നെക്കുറിച്ച് അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമാണ്. ഞാൻ പരിചയപ്പെടുന്നവരൊക്കെ ഞാനാണ് അവരുടെ ആദ്യത്തെ ട്രാൻസ് ഫ്രണ്ട്. അങ്ങനെ ആരും കണ്ടിട്ടില്ല. കേട്ടറിവും മീഡിയയിലൂടെ കണ്ടറിവേ ഉള്ളൂ. എന്നെ അടുത്തിടെ പഴകുന്നത് അവരൊക്കെയാണ്. എൻ്റെ അടുത്ത് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ബ്രേക്ക് ടൈമിലും അല്ലെങ്കിൽ കോൾ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ടെലികോളിംഗ് ആണ്, ഇടയിലിടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് എത്തുന്നുള്ളൂ. പൂർണ്ണമായിട്ടും ഒരിക്കലും എൻ്റെ കഥകൾ തീരുന്നില്ല. അപ്പം ഞാൻ കരുതി അങ്ങനെയാണ് ഒരു യൂട്യൂബ് തുടങ്ങാമെന്ന് കരുതി. നമ്മൾ യൂട്യൂബിൽ നമ്മളുടെ സ്റ്റോറി ഇടുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും എൻ്റെ ഫുൾ ഹിസ്റ്ററി കിട്ടുമല്ലോ. അവർക്ക് അതിനുള്ള സമയം ഓഫീസിൽ കുറച്ച് നേരങ്ങളൊക്കെ ഇല്ല സംസാരിക്കാൻ പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ പുതിയ ട്രാൻസ് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അവർക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. കാരണം ഞാനും ഇതുപോലെ ട്രാൻസിഷൻ ചെയ്യുന്ന സമയത്ത് മീഡിയയിൽ ഇങ്ങനെ സൂര്യ ചേച്ചിയുടെ വീഡിയോ ആണ് കണ്ടത്. അവരെങ്ങനെയെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. എന്താ ചെയ്യുക? കാരണം ഞാൻ അന്ന് അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് വരും തലമുറയിലുള്ള ട്രാൻസ് അനുഭവിക്കരുത്. അപ്പം അവർക്ക് അറിയാത്ത കാര്യങ്ങൾ എന്നിൽ സഹായിക്കാൻ പറ്റുന്നത് എൻ്റെ അറിവുകളാണ്. അപ്പോൾ എനിക്ക് പറ്റാവുന്ന ഹെൽപ്പുകൾ ചെയ്യാം. എൻ്റെ ഒരു മനസ്സിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു നാൾ മരണമാണ്, നമുക്ക് കല്യാണവും ഇല്ല, കുട്ടികളില്ല.
അപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലങ്ങളിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, അതാണ് എൻ്റെ ലൈഫിൽ പാഷൻ എന്നൊക്കെ പറയും. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞത് അത് നല്ല കരിയറായിരുന്നു. പക്ഷെ എൻ്റെ ലൈഫ് എന്ന് പറയുമ്പോൾ സമാധാന ജീവിതം, ചെറിയൊരു ജീവിതം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം നമുക്ക് ആരുടെ ടെൻഷൻ ഇല്ലാതെ ജീവിക്കണം എന്നാണ്, ഒരു ദിവസമെങ്കിലും സമാധാനത്തിൽ കിടന്നുറങ്ങണം എന്നാണ്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈഫായിട്ട് ജീവിക്കുന്നത്. നമുക്കതിൽ ഇപ്പോൾ ഫാഷൻ ഡിസൈനിങ് ആണെങ്കിൽ ഒരുപാട് കാശ് കിട്ടും, പ്രസക്തി കിട്ടും. പക്ഷെ എനിക്കതിലൊന്നും സാറ്റിസ്ഫൈഡ് അല്ല. എനിക്കിങ്ങനെ ചെറിയൊരു ജീവിതമൊക്കെയാണ് എനിക്ക് ആഗ്രഹം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാമൂഹ്യ സേവനം എന്നുള്ള രീതിയിലാണ് ഞാൻ കരുതുന്നത്. അത് ട്രാൻസിനൊരു ഹെൽപ്പ് ആയിക്കോട്ടെ. അപ്പോൾ എനിക്കിതൊന്നും ഒരു വരുമാനം കിട്ടണ്ടെന്ന് ഞാൻ കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടില്ല, കിട്ടണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അതിനു വേണ്ടി ഒരു വരുമാനം കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഒരിക്കലും വീഡിയോ ക്രിയേറ്റ് ചെയ്തിടാറില്ല. കാരണം ഞാനിത് വേഗം വീഡിയോ ഷൂട്ട് ചെയ്യും, പ്രാക്ടീസ് ഒന്നും ചെയ്യില്ല. ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, അപ്പോഴേ കുറച്ചുകൂടെ ഭംഗിയിലുണ്ടാവുള്ളൂ, കുറച്ച് ഒരുങ്ങണം. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ വീഡിയോസൊക്കെ നല്ല എഡിറ്റ് ചെയ്യണം, തംബ്നെയിലൊക്കെ നന്നായി ക്രിയേറ്റ് ചെയ്യണം. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ്. അപ്പം ഞാൻ മിക്കപ്പോഴും ഒരുങ്ങാതെ ഇടുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഹെയറൊക്കെ വെക്കുന്നതും കമ്മൽ ഞാൻ ഇത് തന്നെയായിരിക്കും കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടാവുക. പിന്നെ ഇന്ന് കണ്ണ് എഴുതിയിട്ടുണ്ട്, കുറേ നാൾ കണ്ണൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുങ്ങാൻ മടിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ടി അപ്പം നമ്മളൊരു ഓഫീസ് വർക്ക് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഒരുങ്ങിയിരുന്നാലല്ലേ ഒരു റിസപ്ഷനിസ്റ്റ് ഒക്കെ ആയിരിക്കുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി പറ്റുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാണാൻ ഭംഗിക്ക് വേണ്ടി ഞാൻ ഒരുങ്ങുന്നു. പിന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമ്മൾ പ്രാക്ടീസൊക്കെ ചെയ്തിട്ട് നമ്മളിതൊക്കെ ചെയ്യണം. ഞാൻ റിയലായിട്ട് സംസാരിക്കുന്നത്, അപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവും, കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചുകൂടെ എനിക്ക് ഇൻകം കിട്ടുന്ന രീതിയിലാവും.